യു കെയിൽ ഒരു ഡൊമിസിലറി കെയറായിട്ട് വർക്ക് ചെയ്യാൻ ഇനി നിങ്ങൾക്കും സാധിക്കും. BSc അല്ലെങ്കിൽ GNM ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമല്ല, ഏതൊരു ഡിഗ്രി ഉള്ള ഒരാൾക്കും യു കെയിൽ ഡൊമിസിലറി കെയറായിട്ട് വർക്ക് ചെയ്യാം. ഡൊമിസിലറി കെയറിന്റെ നേച്ചർ ഓഫ് വർക്ക് വരുന്നത് നമ്മൾ ഡയറക്ട്ലി പേഷ്യൻ്റ് എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം. ഇതിലാകെ വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഹോം കെയറായിട്ട് വർക്ക് ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇനി ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ കേസ് ആണെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് UKVA എക്സാം ക്ലിയർ ചെയ്യണം. സ്കോർ വന്നിട്ട് 4.5 സ്കോർ എന്തായാലും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അവർക്ക് UKNAREC സർട്ടിഫിക്കേഷൻ മതി. അത് ഏത് ഡിഗ്രി ആണെങ്കിലും BSc ആണെങ്കിലും MSW ആണെങ്കിലും ഏതൊരു ഡിഗ്രി ആണെങ്കിലും UKNAREC സർട്ടിഫിക്കേഷൻ മാത്രം മതി. ക്വാളിഫിക്കേഷനും ലാംഗ്വേജ് പ്രൊഫഷൻസിയും പോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ്. നമുക്ക് ഡൊമിസിലറി കെയർ ആയതുകൊണ്ട് തന്നെ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് UK 1 ഇയർ വർക്ക് ചെയ്യാം. 1 ഇയറിനുള്ളിലായിട്ട് നമ്മൾ മസ്റ്റായിട്ടും UKയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കണം. സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പെർ അവറിൽ 11.50 pounds ആണ്. മന്ത്ലി അത് ഒരു 1,800 to 2,000 pounds വരെ ഉണ്ടാവും. ഡോം കെയറിൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത് 3 ഇയേഴ്സിലേക്കാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത് GNM അല്ലെങ്കിൽ BSc ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്കാണ്. കാരണം ഈ ഒരു 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ അവിടെ കെയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡിൽ തന്നെ നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.